നമസ്കാരം. സംസ്കൃതിയുടെ മലയാളം ക്ലാസ്സിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് 10ാം തരം മലയാളം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ആദ്യ യൂണിറ്റായ കലാതീതം കാവ്യവിസ്മയം എന്ന യൂണിറ്റിലെ പ്രസക്തമായ വിവരണങ്ങളെ കുറിച്ചാണ്. അതിന്റെ സംശയ സാധൂകരണവും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിഷയങ്ങളുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഏകദേശം പാഠങ്ങളെല്ലാം ആ യൂണിറ്റുമായി ബന്ധപ്പെട്ട് തീർത്തിട്ടുണ്ട്. അതിന്റെ പൂർണ്ണമായ വിവരണങ്ങളും മറ്റു കാര്യങ്ങളും പറയുന്നതിന് വേണ്ടി നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതിയാവും. അതിന്റെ ലിങ്കും മറ്റു കാര്യങ്ങളെല്ലാം ഇതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചേർക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ കലാതീതം കാവ്യവിസ്മയം എന്ന പ്രഥമ യൂണിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. വ്യക്തിബന്ധങ്ങളെ കുറിച്ചാണ് പ്രധാനമായും പറഞ്ഞാൽ ഈ യൂണിറ്റ് പരാമർശിക്കുന്നത്. സ്നേഹബന്ധത്തെ കുറിച്ച് നമുക്കറിയാവുന്നതുപോലെ പിതൃസ്നേഹത്തെ കുറിച്ചും അതുപോലെ തന്നെ സഹോദര സ്നേഹത്തെയും കുറിച്ച് സൂചിപ്പിക്കുന്ന ആദ്യ പാഠം തന്നെയാണ് നമുക്ക് ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ദർശിക്കാനാവുന്നത്. നമ്മുടെ അടിസ്ഥാനപരമായി പറഞ്ഞാൽ ആ പാഠം നമുക്ക് മുൻനിർത്തുന്ന ആശയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വീക്ഷണം എന്ന് പറയുന്നത് സ്നേഹബന്ധത്തെ കുറിച്ചാണ്. നമ്മൾ എപ്രകാരമാണ് സ്നേഹബന്ധത്തെ വീക്ഷിക്കേണ്ടതെന്നും അതുവഴി എപ്രകാരമാണ് ഒരു ക്രോധം വഴി എപ്രകാരമാണ് ആ വ്യക്തിബന്ധങ്ങളെ ഇല്ലാതാക്കുന്നതെന്നും അതുവഴി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് നമ്മുടെ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ വിച്ഛിന്നാഭിഷേകം എന്ന് പറയുന്ന ആ ഭാഗത്തുള്ള ലക്ഷ്മണ സാന്ത്വനം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. രണ്ടാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് വളരെ മനോഹരമായി രചിച്ചിട്ടുള്ള ഋതുയോഗം എന്ന് പറയുന്ന AR രാജരാജവർമ്മയുടെ വിവർത്തനം. AR രാജരാജവർമ്മ എഴുതിയിട്ടുള്ള അഭിജ്ഞാന ശാകുന്തളത്തിന്റെ ഒരു പ്രഥമ ഭാഗം, അല്ലെങ്കിൽ കുറച്ച് ഭാഗമാണ്. ഏറ്റവും അവസാനത്തെ 7ാം അംഗത്തിലെ ഭാഗമാണ് നമുക്ക് യൂണിറ്റായി നൽകിയിട്ടുള്ളത്. കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തെ എന്ത് ചെയ്തിട്ടുള്ള പരാവർത്തനം ചെയ്തതാണ് നമ്മുടെ AR രാജരാജവർമ്മയുടെ ഈ എന്തെന്ന് പറയുന്നത് പാഠഭാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കൃതി എന്ന് പറയുന്നത്. ആ കൃതിയിലെ 7ാം അംഗത്തിലെ ചെറിയൊരു ഭാഗം മാത്രമേ നമുക്ക് പറയുന്നുള്ളൂ. അതിലും സ്നേഹബന്ധത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഭാര്യ ഭർത്തൃബന്ധത്തെ കുറിച്ചും അതുപോലെ തന്നെ പിതാവിനോട് പുത്രനോടുള്ള സ്നേഹത്തെ കുറിച്ചും പുത്രന് പിതാവിനോടുള്ള സ്നേഹത്തെ കുറിച്ചും ഒക്കെ ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവസാനത്തെ പാഠഭാഗം എന്ന് പറയുന്നത് പാവങ്ങളാണ്. രണ്ടുപേരും വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളിലെ നാലപ്പാട്ട് നാരായണ മേനോന്റെ വിവർത്തനത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങളും കൃത്യമായി ഒരു തരത്തിലുമുള്ള വ്യക്തിബന്ധങ്ങൾ ഇല്ലാത്തവരാണ്. പക്ഷെ അവർ തമ്മിൽ അടുക്കുകയും അവർ സ്നേഹിക്കുകയും പരസ്പരം ഈ ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അതാണ് പാവങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ചെറിയ ഭാഗത്തിലെ കണ്ടന്റ് എന്ന് പറയുന്നത്. അത് കൃത്യമായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ തീർച്ചയായും ഈ 3 പാഠഭാഗങ്ങളും ഈ യൂണിറ്റിന്റെ അന്തസത്തയാണ്, അല്ലെങ്കിൽ അതിനെ കൂടുതൽ മിഴിവുറ്റതാക്കുന്നു. അതിന്റെ ഗഹനമായ അർത്ഥതലങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ തീർച്ചയായും ഈ 3 യൂണിറ്റുകളും അടിസ്ഥാനപരമായി പറഞ്ഞാൽ 3 തരത്തിലാണ് ആശയങ്ങൾ കൈമാറുന്നതെങ്കിലും അതിന്റെ അന്തസത്ത എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് സ്നേഹബന്ധത്തെ കുറിച്ചാണ്, വ്യക്തിബന്ധത്തെ കുറിച്ചാണ്. വ്യക്തിബന്ധങ്ങൾ എപ്രകാരമാണ് ഈ യൂണിറ്റ് മുൻനിർത്തുന്നതെന്ന് നമുക്ക് നോക്കാം. യൂണിറ്റിലെ പ്രഥമ പാഠഭാഗമായിട്ടുള്ള ലക്ഷ്മണ സാന്ത്വനത്തെ കുറിച്ചാണ് ആദ്യം നമ്മൾ പരാമർശിക്കുന്നത്. ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ തന്നെ പരിചയമുള്ളതാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ എഴുത്തച്ഛന്റെ ഏറ്റവും മനോഹരമായ വീക്ഷണങ്ങൾ മുൻനിർത്തുന്ന ഒരു ഭാഗമാണ് ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്നത്. ശ്രീരാമന്റെ പട്ടാഭിഷേകം മുടങ്ങി വല്ലാണ്ട് കുപിതനായി നിൽക്കുന്ന നമ്മുടെ ലക്ഷ്മണനെ സാന്ത്വനപ്പെടുത്തുന്നതിന് വേണ്ടി രാമൻ തന്നെ കണ്ടെത്തുന്ന ചില മാർഗങ്ങളാണ്, ചില രീതികളാണ് നമുക്ക് പാഠഭാഗമായി നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായും ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് വളരെ വിശകലനം ചെയ്തുകൊണ്ട് പല എഴുത്തുകാരും എഴുതിയിട്ടുണ്ട്. അവരുടെ സ്നേഹബന്ധങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ അവർ മുൻനിർത്തുന്ന ചില ബന്ധങ്ങളെ കുറിച്ചും, അഗാധമായ ബന്ധങ്ങളെ കുറിച്ചും. സാധാരണ നമ്മൾ കണ്ടുവരുന്ന ചേട്ടന്മാരും അനിയന്മാരും തമ്മിലുള്ള തല്ലും ബഹളവും അതൊന്നുമല്ല, അതുമായി ബന്ധപ്പെട്ടൊന്നുമല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തെ കുറിച്ച് ഒരുപാട് എഴുത്തുകാർ എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു വീക്ഷണം, അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി, ആ ഒരു വ്യക്തിബന്ധം, ആ ഒരു ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉചിതമായ, അല്ലെങ്കിൽ പരമകാഷ്ഠ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഉത്തുംഗ ശൃംഗം എന്നൊക്കെ പറയുന്ന വിധത്തിൽ ഏറ്റവും ഉയർന്ന പരമോച്ച എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു അവസ്ഥയിലുള്ള 2 കഥാപാത്രങ്ങളാണ് നമ്മുടെ ലക്ഷ്മണനും അതുപോലെ തന്നെ രാമനും.
ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള ബന്ധമാണ്. സ്വന്തം അമ്മയുടെ മകനല്ല എങ്കിൽ കൂടിയും അവർ തമ്മിൽ കാണിക്കുന്ന ആ ഒരു സ്നേഹബന്ധം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞു വെക്കാവുന്നതിലും അപ്പുറമാണ്. നമുക്ക് പല പല കഥാപാത്രങ്ങളെയും നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ മറ്റൊരു കഥാപാത്രമായി നമുക്ക് പറഞ്ഞു വെക്കാവുന്നത് നമ്മുടെ ഭരതനെയാണ്. ഭരതന് പോലും അത്തരത്തിലുള്ള ഒരു സ്നേഹബന്ധം അവിടെ കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സ്നേഹബന്ധം ഉണ്ടായിരുന്നു എങ്കിൽ കൂടിയും ആ ഒരു ജ്യേഷ്ഠൻ എന്നുള്ള നിലയ്ക്ക് അത്രത്തോളം ഒരു സ്നേഹബന്ധം കാണിച്ചിട്ടുള്ളത് നമുക്ക് പറഞ്ഞു വെക്കാൻ പെട്ടെന്ന് സാധിക്കുന്നത് ലക്ഷ്മണനാണ്. അപ്പൊ ഈ ലക്ഷ്മണൻ കാണിക്കുന്ന ഈ അമിതമായ സ്നേഹമാണോ എന്ന് നമുക്ക് അവിടെ പറയാൻ സാധ്യമല്ല. എങ്കിലും നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു സഹോദരൻ നമുക്ക് ഈ ഭൂമി മലയാളത്തിൽ കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് നമുക്കൊന്ന് സംശയിക്കേണ്ടി വരും. എങ്കിലും അത്രത്തോളം സ്നേഹബന്ധം പുലർത്തുന്നയാളാണ്, രാമനോട് ആ ഒരു സ്നേഹബന്ധം പുലർത്തുന്നയാളാണ് ലക്ഷ്മണൻ എന്ന് പറയുന്നത്. അപ്പോ ഈ പട്ടാഭിഷേകം, രാമന്റെ പട്ടാഭിഷേകം മുടങ്ങുന്നു എന്ന് പറയുമ്പോൾ സ്വന്തം പിതാവിനെ പോലും ബന്ധനസ്ഥനാക്കാൻ അല്ലെങ്കിൽ പിതാവിനെ പോലും മറികടക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക്, മാനസിക അവസ്ഥയിലേക്ക് ലക്ഷ്മണൻ എത്തുന്നു എന്നുള്ളതാണ്. സ്വന്തം സഹോദരൻ ഉന്നതമായ ഒരു പദവിയിലേക്ക് എത്തണമെന്നും അല്ലെങ്കിൽ കോസലത്തിന്റെ കൊട്ടാര പടവുകൾ ഭരിക്കണമെന്നും അല്ലെ കൊട്ടാര പടവുകളിൽ നിന്ന് രാജഭരണം നടത്തണമെന്നും ഒക്കെ വല്ലാണ്ട് ആഗ്രഹിച്ചിരുന്നയാളാണ് ലക്ഷ്മണൻ എന്ന് പറയുന്നത്. പക്ഷെ അത് നടക്കാതെ പോകുന്നു. കൈകേയിയുടെ ശ്രമങ്ങൾ കാരണത്താൽ ചില എല്ലായ്പ്പോഴും കാരണങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മുടെ ഇതിഹാസങ്ങളിൽ, പുരാണങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പലതരം കാരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സംഭവങ്ങൾ, ഉപസംഭവങ്ങൾ നടക്കുന്നതിനൊക്കെ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹാഭാരതത്തിലൊക്കെ ഇതിനെക്കുറിച്ച് കൃത്യമായ വിവരണങ്ങൾ ചേർത്തിട്ടുമുണ്ട്. ഉപകഥകളായി, മെയിൻ കഥയിൽ നിന്ന് വേർപെടുത്തി ഉപകഥകളായി ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊരു ചെറിയ ഭാഗം മാത്രമാണ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു തരത്തിലുള്ള കാര്യം മാത്രമാണ് നമുക്ക് രാമായണ സംബന്ധിയായി നമുക്ക് പറഞ്ഞു വെക്കാവുന്നത്. ഇതിഹാസങ്ങളായിട്ടുള്ള മഹാഭാരതവും രാമായണവും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഉപകഥകൾ ഉള്ളത് മഹാഭാരതത്തിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇവിടെ രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ കൂടുതൽ വീക്ഷണങ്ങൾ, കൂടുതൽ മനോഹരങ്ങളായ ഉപകഥകൾ അധികം ചേർത്ത് പോകാതെ കുറെ വീക്ഷണങ്ങൾ നമുക്ക് മുൻനിർത്താൻ സാധിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വീക്ഷണമാണ് ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള ബന്ധത്തെ ഊഷ്മളമാക്കുന്ന നമ്മുടെ ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ ആ ഒരു പട്ടാഭിഷേകം മുടങ്ങുന്നതിൽ വല്ലാണ്ട് കുപിതനായ, വല്ലാണ്ട് വിഷമിച്ചിരിക്കുന്ന നമ്മുടെ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുകയാണ് രാമൻ. ഇവിടെ രാമൻ സാന്ത്വനിപ്പിക്കുന്നു എന്ന് പറഞ്ഞു വെക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പട്ടാഭിഷേകമല്ല, അല്ലെങ്കിൽ രാജകീയ പദവി അല്ല തനിക്ക് നേടിയെടുക്കാനുള്ളതെന്നും അതിൽ ചില മാനദണ്ഡങ്ങൾ ഉണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതുമായി മാത്രം ആഗ്രഹിച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എത്ര വ്യർത്ഥമാണെന്ന് നീ മനസ്സിലാക്കേണ്ടതുണ്ടെന്നുമൊക്കെ ലക്ഷ്മണനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു ഭാഗം നമുക്ക് ഈ ആധുനിക കാലത്ത് അല്ലെങ്കിൽ ആധുനിക സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തുമ്പോൾ നമുക്ക് പറഞ്ഞു വെക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സാധ്യമായ കാര്യമാണ്. നമുക്കതിലെ കുറച്ച് ചോദ്യങ്ങളിലേക്കും അതുപോലെ തന്നെ ആ ഒരു വിവരണങ്ങളിലേക്കൊക്കെ വരാം. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞ് എന്നോட വാക്കുകൾ, നിന്നോട് തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനിടോ, നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും എന്ന് തുടങ്ങുന്ന വരികളാണ് നമുക്ക് ആദ്യ ഭാഗമായി നൽകിയിട്ടുള്ളത്. നമുക്ക് ആ ആദ്യ ഭാഗം നൽകുമ്പോൾ തന്നെ അറിയാം വല്ലാണ്ട് കുപിതനായി നിൽക്കുന്ന ലക്ഷ്മണനെയാണ് അവിടെ കാണാൻ സാധിക്കുക. മനഃശാസ്ത്രപരമായി ഒരു മനുഷ്യനെ എപ്രകാരമാണോ സമീപിക്കേണ്ടത്, അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയോട് എപ്രകാരമാണ് നമ്മൾ ഇടപെടേണ്ടത് എന്നുള്ള ആദ്യമായ ഒരു പാഠം അവിടെ നൽകുന്നുണ്ട്. അപ്പോ കുപിതനായി നിൽക്കുന്ന അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഒരാളോട് എടുത്തടിച്ചൊരു മറുപടിയല്ല നൽകേണ്ടത്. ഇവിടെ രാമൻ പറഞ്ഞാൽ ലക്ഷ്മണൻ കേൾക്കുമെങ്കിൽ പോലും അവിടെ രാമൻ എന്ത് ചെയ്യുന്നുണ്ട്, സംയമനം പാലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാമൻ ലക്ഷ്മണനോട് കൃത്യമായ ഉപദേശം നൽകുന്നുണ്ട്. നമുക്കറിയാം ഭഗവത്ഗീതയില് ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെ സൗമ്യമായിട്ടാണ് ഉപദേശങ്ങൾ, അതിലെ ഗീതോപദേശങ്ങൾ എന്നാണ് പറയുക. അപ്പൊ ഈ ഗീതോപദേശങ്ങൾ നൽകുന്ന വളരെ സൗമ്യമായ വിധത്തിലാണ്. അർജുനനോട് വളരെ മാനസിക പ്രശ്നങ്ങൾ അനുഭവിച്ചിരിക്കുമ്പോൾ തന്നെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം എന്ന് പറയുന്നത് വളരെ സംയമനത്തോടെ, വളരെ ആശയപരമായി, വളരെ ലളിതമായി മാറ്റങ്ങൾക്ക് വിധേയനാവേണ്ട സന്ദർഭത്തിൽ പോലും മാറ്റങ്ങൾ നല്ലതാണെങ്കിൽ മാത്രമേ ഉചിതമായ വിധത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ മാറ്റങ്ങൾക്ക് വിധേയനാകേണ്ടൂ എന്ന തരത്തിലൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം നമുക്ക് അറിയാവുന്നതാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ അതിനെ
കുറിച്ച് ചെറുതായിട്ടെങ്കിലും ഒക്കെ പഠിച്ചു പോയിട്ടുണ്ടാവും. എങ്കിൽ അതുമായി കണക്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്താവുന്ന തരത്തിലുള്ള ഒരു വീക്ഷണമാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുക. വളരെ സൗമ്യമായിട്ടാണ് എന്താണ് ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു കൊടുക്കുന്ന വത്സ, എന്റെ പ്രിയപ്പെട്ടവനെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനെ എന്നാണ് വത്സ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ വത്സ എന്ന് പറയുന്ന ആ ഒരു പദം നമ്മൾ ഏറ്റവും അധികം കേട്ടിട്ടുള്ളത് നമ്മുടെ ഡൈജസ്റ്റ് പോലെയുള്ള അല്ലെങ്കിൽ കുട്ടികളൊക്കെ വായിക്കുന്ന തരത്തിലുള്ള ബാലരമയിലും അതുപോലെ തന്നെ അത്തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ഈ ഗുരു ശിഷ്യനെ വിളിക്കുന്ന ഒരു പ്രയോഗമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വായിച്ചിരിക്കാം ഈ വത്സ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സിനിമകളിലൊക്കെ അത്തരത്തിലുള്ള ആ ഒരു പദപ്രയോഗം എടുത്ത് നമ്മൾ വീക്ഷിച്ചിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനെ എന്നാണ്. അപ്പൊ ഏറ്റവും പ്രിയപ്പെട്ടവനെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുമ്പോൾ തന്നെ അതിലൊരു ഒരു മാനസികപരമായ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കലുണ്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനെ, ഇത്തരത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഒരാളോട് എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനെ നീ ഒന്ന് സമാധാനപ്പെടൂ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോ സമാധാനകാംക്ഷിയായ നമ്മുടെ ഭഗവാൻ ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ആദ്യ ഭാഗം തന്നെ വത്സ എന്നാണ്. പിന്നീട് സൗമിത്ര എന്ന് പറയുന്നുണ്ട്, സുമിത്രാദേവിയുടെ പുത്ര എന്നാണ്. അതായത് മാതൃബന്ധത്തെ കുറിച്ച് അല്ലെങ്കിൽ മാതൃത്വത്തെ അവിടെ ശ്രദ്ധ ചെയ്യുന്നുണ്ട്. നിന്റെ അമ്മയെ കുറിച്ചുള്ള ഓർമ്മ, ഒരാളുടെ അമ്മയെ കുറിച്ചുള്ള ഓർമ്മ അല്ലെങ്കിൽ ഒരാളുടെ അമ്മയെ ചേർത്ത് എന്ത് ചെയ്യുക, അഭിസംബോധന ചെയ്യുക, അതാണ് സൗമിത്ര എന്ന് പറയുന്നത്. അപ്പോ എന്റെ പ്രിയപ്പെട്ടവനെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനെ, എന്റെ അമ്മയായ സൗമിത്രയ്ക്ക് അല്ലെങ്കിൽ സുമിത്രാദേവിക്ക് പിറന്നവനെ കുമാര നീ കേൾക്കണം. പിന്നീട് അവന്റെ പ്രായത്തെയും എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. നീ കുമാരനാണ്, കൗമാരം വിട്ടൊഴിയാത്തവരാണ്, അപ്പൊ എടുത്തു ചാട്ടം സ്വാഭാവികമാണ്. അപ്പൊ ഇതിന്റെ അകത്തെല്ലാം വീക്ഷണമുണ്ട്. ലക്ഷ്മണൻ എന്ന് പറയുന്ന ആ ഒരു പേരിന്റെ അർത്ഥം തന്നെ ലക്ഷണമൊത്തവൻ എന്നാണ്. അപ്പൊ ലക്ഷണമൊത്തവനാണ് ലക്ഷ്മണൻ എന്ന് പറയുന്നത്. അതായത് സത്വഗുണവും അതുപോലെ തന്നെ രജോ ഗുണവും ഒരുപോലെ പ്രധാനപ്പെട്ടയാളാണ് ലക്ഷ്മണൻ എന്ന് പറയുന്നത്. അതായത് ദേവഗുണവും അസുര ഗുണവും ഒരുപോലെ പ്രതിനിധാനം ചെയ്യുന്നയാളാണ് നമ്മുടെ ആരെന്ന് പറയുന്നത്, ലക്ഷ്മണൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവനെ ലക്ഷ്മണൻ എന്ന് വിളിക്കുന്നത്. ലക്ഷണമൊത്തവൻ, എല്ലാം തികഞ്ഞവൻ. പക്ഷെ ആ ഒരു എല്ലാം തികഞ്ഞുന്ന ഒരു സാഹചര്യത്തിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രായോഗിക ബുദ്ധി അല്ലെങ്കിൽ ഒരു മനസ്സിലാക്കേണ്ട വിധത്തിലുള്ള മനസ്സിലാക്കൽ, പക്വത എന്ന് പറയുന്നത് വളരെ തുലവും തുച്ഛവുമായി കുറഞ്ഞ ഒരു വ്യക്തിത്വത്തെയാണ് നമുക്ക് ലക്ഷ്മണനിൽ കാണാൻ സാധിക്കുക. അത് ഈ ഒരു ഭാഗത്തിൽ മാത്രമേ അങ്ങനെ ഒരു പക്വത കുറവ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു പക്വതപൂർവ്വം അങ്ങനെ എടുത്ത് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് തന്റെ ഉള്ളിലെ കോപം കൊണ്ടാണ്. തന്റെ മുന്നിൽ എത്തുന്നവനെ ആരെയായാലും ഭസ്മീകരിക്കാനുള്ള, ആരെയായാലും ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം അയാൾ നടത്തുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു പക്വത കുറവുണ്ടാവും. എന്തായാലും പോട്ടെ, നമ്മളതെല്ലാം കൃത്യമായി ക്ലാസ്സുകളിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഓടിച്ചതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുന്നത് എന്നേ ഉള്ളൂ. നമ്മളൊരു 10ാം ക്ലാസ്സിൽ ഒരു പരീക്ഷയ്ക്ക്, മെയിൻ പരീക്ഷയ്ക്ക് ഇത്രയും നാളായി ചോദിച്ചു വന്നിട്ടുള്ള മാതൃകകളിൽ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നമ്മളിപ്പോ പറയുന്നത്. അത് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഒരു അരമണിക്കൂർ ക്ലാസ്സിനുള്ളിൽ നമുക്ക് ഇത്രത്തോളം കാര്യങ്ങൾ വിശദീകരിച്ച് പറയുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അല്പം പ്രയാസമുള്ള ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് പറഞ്ഞു വെക്കാവുന്ന ചില, ഇത്രയും കാര്യങ്ങൾ പറയുന്നില്ല, അതിന്റെ ഇടയിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇത്രയും വർഷത്തോളം ചോദിച്ചു വന്നിട്ടുള്ള പാഠഭാഗത്തിലെ മെയിൻ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി അതിന്റെ ഉത്തരങ്ങൾ ഉൾപ്പെടുത്തി മാത്രമേ നമ്മൾ ഇവിടെ പറയുന്നു. എന്തായാലും പോട്ടെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലക്ഷ്മണനോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഭഗവാൻ ശ്രീരാമൻ പറഞ്ഞു വയ്ക്കുന്നു. എന്നിട്ട് അവനെ സമാധാനപ്പെടുത്തുന്ന ഒരു വിധത്തിലേക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞതുപോലെ പരോക്ഷവും പ്രത്യക്ഷവുമായിട്ട് അവിടെ ശ്രീരാമൻ വിമർശിക്കുന്നുണ്ട്. ആരെ? നമ്മുടെ ലക്ഷ്മണനെ പരോക്ഷവും പ്രത്യക്ഷവുമായി വിമർശിക്കുന്നുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം ഏകാന്ത ചേതസ ചെയ്യുക വേണ്ടുന്നതോ എന്നൊക്കെ പറയുന്ന വിധത്തിൽ നിനക്ക് അറിവില്ലാത്തത് കാരണത്താലാണ് ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം നടത്തിയത്. അപ്പൊ ആദ്യം സമാധാനത്തിന്റെ ഭാഷ്യവും അതുപോലെ തന്നെ രണ്ടാമത് അവനോട് ഇഴചേർന്ന് വന്നാൽ, അവനോട് പെരുമാറേണ്ട വിധത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ അവനോട് കൃത്യമായ തരത്തിൽ സംസാരിക്കുകയും ചെയ്യുന്ന, വേണ്ട വിധത്തിൽ സംസാരിക്കുകയും ചെയ്യുന്ന വിധത്തിലാണ് ഭഗവാൻ ശ്രീരാമൻ അവിടെ സംസാരിച്ചു പോരുന്നത്. അപ്പോ ഈ ഒരു ഭാഗം ആദ്യം പറഞ്ഞ ഈ മനഃശാസ്ത്രപരമായ അല്ലെങ്കിൽ മാനസികപരമായ ഇപ്രകാരമാണ് ലക്ഷ്മണനെ രാമൻ എന്ത് ചെയ്യുന്നത്, സമീപിക്കുന്നത് എന്ന് വർഷങ്ങളായി ചോദിച്ചു വന്നിട്ടുള്ള ചോദ്യമാണ്. നമ്മുടെ ഈ സിലബസിൽ ഈ ഒരു പാഠഭാഗം ഉൾപ്പെടുത്തി അന്നു മുതൽ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളിൽ ഒന്നാണ്. 6 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 2 or 3 തവണ അല്ലെങ്കിൽ നമ്മുടെ ഓണപരീക്ഷയും ക്രിസ്തുമസ് പരീക്ഷയ്ക്കുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഒരുപാട് തവണ
ഒരുപാട് അനേകം തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. മനഃശാസ്ത്രപരമായി ലക്ഷ്മണനെ എപ്രകാരമാണ് രാമൻ സമീപിക്കുന്നത്? അതിന്റെ ഉത്തരം ഇതാണ്. തുടക്കത്തിൽ മനഃശാസ്ത്രപരമായി വളരെ മാനസികപരമായി പിന്നോക്കം നിൽക്കുന്ന നമ്മുടെ ലക്ഷ്മണനെ വളരെ സമാധാനപൂർവ്വം വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ നിർത്തിക്കൊണ്ട് രാമൻ എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. എന്നാൽ പക്വത കൈവരുത്തിയ ശേഷം അല്ലെങ്കിൽ കൃത്യമായ വിവരണങ്ങൾ നൽകിയ ശേഷം രാമൻ അവനോട് കൃത്യമായി എന്ത് ചെയ്യുന്നുണ്ട്? പരോക്ഷവും പ്രത്യക്ഷവുമായി വിമർശനം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ആ ഭാഗവുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയേണ്ടത്. പിന്നെ നമുക്ക് പറയാനുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മമാരൊക്കെ പഠിച്ചിട്ടുള്ള പണ്ടേ തൊട്ട് പറഞ്ഞു വന്നിട്ടുള്ള ഒരു കാര്യമാണ് ചക്ഷുശ്രവണ ഗളസ്തമാം ദർധുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. വന്യസന്തപ്ത ലോഹസ്താംബു ബന്ധുര സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ഇത്തരത്തിലുള്ള വരികളൊക്കെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് അവരൊരു പഴയ കാലത്തെ ഒരു ഓർമ്മകളൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? ഓർത്തെടുത്തിട്ടുണ്ടാവും. കാര്യം പണ്ട് മുതലേ ഉള്ള ഒരു ആശയമാണ്, അല്ലെങ്കിൽ പണ്ട് മുതലേ ഉള്ള കുട്ടികൾക്കൊക്കെ പഠിക്കാനുണ്ടായിരുന്ന ഒരു പാഠഭാഗങ്ങളിൽ ഒന്നായിരുന്നു ഈ ഒരു ചെറിയ ഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആശയം, അല്ലെങ്കിൽ പണ്ട് കാലത്തെ ഉള്ള ആശയം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് നൽകുക എന്ന് പറയുന്ന ഒരു മഹാഭാഗ്യമാണ്. എഴുത്തച്ഛന്റെ ഈ കവിത അല്ലെങ്കിൽ ഈ ഒരു ഭാഗം തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോ ചക്ഷുശ്രവണ ഗളസ്തമാം ദർധുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ ഈ ഒരു ആശയം മുൻനിർത്തുന്ന, അല്ലെങ്കിൽ ഈ വരികൾ പ്രതിനിധാനം ചെയ്യുന്ന ആശയം എന്താണെന്നാണ് രണ്ടാമതായി ഈ പാഠഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ആശയം എന്ന് പറയുന്നത് മറ്റൊരു പ്രതീകാത്മകമായ തരത്തിൽ ചിന്തിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് പാമ്പിന്റെ വായിൽ അകപ്പെടുന്ന തവള എപ്രകാരമാണോ അവന്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്നത്, അതുപോലെയാണ് കാലമാകുന്ന പാമ്പിനാൽ വിഴുങ്ങപ്പെട്ട ലോകത്ത് ജീവിക്കുന്ന നമ്മളും എന്ത് ചെയ്യുന്നത്? ആഗ്രഹിക്കുന്നത്. നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അത് പരിമിതമായ ആഗ്രഹങ്ങളാണെങ്കിൽ ശരി, അപരിമിതമായ ആഗ്രഹങ്ങളാണെങ്കിൽ അത് ഒരിക്കലും അത്യാർത്തിയിലേക്ക് അല്ലെങ്കിൽ ആപത്കരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആശയം എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി ഒരു പ്രസിദ്ധമായ ഒരു വചനം നൽകുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കളോ അല്ലെങ്കിൽ ആവശ്യ വസ്തുക്കളോ സ്വീകരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. എന്നാൽ അത് അമിതമായാൽ അത് ഈ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണെന്ന് മഹാത്മാഗാന്ധി തന്റെ ദർശനങ്ങളിലൂടെ പറയുന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെ എഴുത്തച്ഛനും എന്ത് ചെയ്യുന്നത്? പറഞ്ഞു വെക്കുന്നത്. അതായത് സ്വന്തം ആഗ്രഹങ്ങൾക്കും സ്വന്തം ഇച്ഛകൾക്കും നമുക്കൊരു പരിധി നിർണയിച്ചു കഴിഞ്ഞാൽ ആ പരിധിക്കുള്ളിൽ നമ്മൾ നിൽക്കണം. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനും അതിനപ്പുറത്തേക്ക് കാഴ്ചപ്പാടുകളെയും തന്റെ ചിന്താഗതികളെയും കൊണ്ട് എത്തിച്ചേർന്നാൽ ഉണ്ടാവുന്ന വലിയൊരു പ്രശ്നത്തെയാണ് വളരെ സിമ്പിളായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതായത് പാമ്പിന്റെ വായിൽ അകപ്പെടുകയാണ് തവള എന്ന് പറയുന്നത്. ചക്ഷുശ്രവണൻ എന്നാണ് ഇവിടെ പാമ്പിനെ പ്രതീകാത്മകമായി ചിത്രീകരിച്ചിരിക്കുന്നത്. ചക്ഷുസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കണ്ണ് എന്നാണ്, നേത്രങ്ങൾ, നയനങ്ങൾ എന്നാണ്, മിഴികൾ എന്നാണ് ചക്ഷുസ് എന്നതിന്റെ അർത്ഥം. ശ്രവണൻ എന്ന് പറഞ്ഞാൽ കേൾവി എന്നാണ് അർത്ഥം. ശ്രവണേന്ദ്രിയം എന്ന് പറഞ്ഞാൽ ചെവി എന്നാണ് അർത്ഥം. അപ്പൊ ചക്ഷു ശ്രവണൻ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കേൾക്കുന്നവൻ. അപ്പൊ നമുക്കറിയാം പാമ്പിന് ഈ വാവാ സുരേഷൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പുതിയ അതിഥി എത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ഒരു കാര്യമാണ് ടിവിയിലൊക്കെ വലിയ വോളിയം കൂട്ടിയിട്ട് ഇതിനെ പേടിപ്പിച്ച് ഓടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് പോയില്ല. കാരണം ഇതിന് കേൾക്കാനുള്ള ഒരു ശേഷിയില്ല എന്നൊക്കെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേ അർത്ഥം തന്നെ ഇവിടെ എടുക്കുക. അവന് എന്ത് കേൾക്കില്ല? ചെവി കേൾക്കില്ല. അവൻ ഇങ്ങനെ ഈ തരംഗങ്ങൾ അനുസരിച്ചാണ് ഭൂമിയിലൂടെ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് സഞ്ചരിക്കുന്നത്. അപ്പോ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ വലിയ ഒച്ചപ്പാട് ഉണ്ടാക്കിയിട്ടേ നടക്കാവൂ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ്. അതിന് കേൾക്കാനുള്ള കഴിവൊന്നുമില്ല. അപ്പോ ചക്ഷുശ്രവണൻ, കണ്ണുകൊണ്ട് കേൾക്കുന്നവൻ, നേത്രങ്ങൾ കൊണ്ട് കേൾക്കുന്നവൻ. അങ്ങനെയുള്ള ചക്ഷുശ്രവണന്റെ ഗളത്തിൽ, ഗളം എന്ന് പറഞ്ഞാൽ കഴുത്ത്, തൊണ്ടയിൽ, ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കുക. നമുക്ക് ഇങ്ങനെ ഒരു വരി തന്നാൽ ഇതിന്റെ ആശയം എന്താണെന്നൊരു ചോദ്യം ചോദിച്ചാൽ, അങ്ങനെ ഇത്രയും നാളായിട്ട് ചോദിച്ചിട്ടില്ല, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഒരു 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായ ഉത്തരം എഴുതണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് കേട്ടോ. അപ്പോ ഗളത്തിൽ, അങ്ങനെയുള്ള പാമ്പിന്റെ ഗളത്തിൽ, കഴുത്തിൽ, തൊണ്ടയിൽ, കണ്ഠത്തിൽ ഒരു പാമ്പകപ്പെട്ടാൽ, ഒരു തവള അകപ്പെട്ടാൽ അതിനെയാണ് ദർദുരം എന്ന് പറയുന്നത്. ദർദുരം എന്ന് പറഞ്ഞാൽ തവള അകപ്പെട്ടു പോയാൽ ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം
ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ ഭക്ഷണത്തിന് എപ്രകാരമാണോ തവള അപേക്ഷിക്കുന്നത് അത് അറിയുന്നില്ല താൻ എന്താണ് പാമ്പിന്റെ ആമാശയത്തിലേക്കാണെന്നും ദഹനപരമായ അവസ്ഥകളിലേക്കുമാണ് അത് തുടർന്നു പോകുന്നതെന്നും അതറിയുന്നില്ല. തന്റെ പിന്നിലേക്ക് ഈ പാമ്പ് അകത്തേക്ക് വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും എന്താണ് ആമാശയത്തിനുള്ളിലേക്ക് വൻകുടലിനുള്ളിലേക്കൊക്കെയാണ് ഈ സാധനം പോകുന്നതെന്ന് ആരറിയുന്നില്ല, ഈ തവള അറിയുന്നില്ല. അപ്പോൾ അതിന്റെ ദഹനപരമായ ആവശ്യത്തിന് വേണ്ടി പാമ്പ് വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും തവളയുടെ ആഗ്രഹം തനിക്ക് പ്രകാരമെങ്കിലും കുറച്ച് ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ എന്നാണ്. ഇതേ കാര്യമല്ലേ മനുഷ്യനും ചെയ്യുന്നത്. ഇപ്പോ 2012 വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2012 ലോകം അവസാനിക്കുന്നു എന്ന് പറഞ്ഞ് വലിയൊരു വാർത്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നു. എന്നിട്ട് നമ്മൾ ഫ്ലാറ്റ് നിർമ്മാണം നടത്തിയോ, നമ്മുടെ വീടിന്റെ നിർമ്മാണം നടത്തിയോ, നമ്മളപ്പോഴും ലോണിന്റെ പുറകെ, നമ്മളപ്പോഴും ആർഭാടത്തിന്റെ പുറകെയൊക്കെ വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ എന്ത് വന്നാലും ഏതൊരു പ്രതിസന്ധി നമ്മുടെ മുമ്പിലേക്ക് വന്നു എന്ന് പറഞ്ഞാലും നമ്മൾ അതിന് മുമ്പിലേക്ക് ഇറങ്ങിത്തിരിക്കില്ലേ? ഉദാഹരണത്തിന് ഇപ്പൊ കൊറോണ വൈറസ് ഇപ്പൊ വളരെ വ്യാപൃതമായി ഈ ലോകം മുഴുവൻ എന്ത് ചെയ്യുന്നു, പടർന്നു പിടിച്ചിരിക്കുന്നു. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ, കേരള സർക്കാർ സംവിധാനങ്ങളൊക്കെ ലോക്ക്ഡൌൺ എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് വന്നിരിക്കുന്നു. ഓക്കെ, നമ്മൾ അതിനെക്കുറിച്ചൊന്നും അല്ല കൂടുതൽ പറഞ്ഞു വരുന്നെങ്കിലും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ മാറി തിരിഞ്ഞ് എന്ത് ചെയ്യുന്നു, പോകുന്നു എന്ന് വിചാരിക്കുക. ഒരു ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഒരു ഇളവൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നാട്ടുകാർ മൊത്തം കൂടി ഇടിച്ചു കയറും അല്ലേ? ഒരു സ്ഥാപനത്തിലേക്ക് സപ്ലൈകോയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു കട തുറന്നു വെച്ചാൽ നമ്മൾ ഇടിച്ചു കയറും. അവിടെ കൊറോണ എന്ന് പറയുന്ന ഒരു സാധനം ഒരു പ്രശ്നമല്ല എന്നുള്ള തരത്തിലാണ്, അല്ലെങ്കിൽ അവിടെ കൊറോണ എന്ന് പറയുന്ന വൈറസേ അവിടെ ഒരു പ്രശ്നമല്ല. ഇനി കൊറോണയ്ക്ക് അപ്പുറത്ത് എന്തെങ്കിലും രോഗം വന്നാലും നമ്മൾ ഇതൊക്കെ ചെയ്യും. മാസ്ക് ഇടണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ മാസ്ക് താഴത്തിട്ട് നമ്മുടെ താടിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കും. അങ്ങനത്തെ ആൾക്കാരാണ് നമ്മളെന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തം കാര്യം പോലും അല്ലെങ്കിൽ ലോകം തങ്ങൾക്ക് എതിരായി നിന്നാൽ പോലും, ലോകം തന്നെ തങ്ങൾക്ക് എതിരായി നിന്നാൽ പോലും തന്റെ ആവശ്യങ്ങൾക്കും തന്റെ നേട്ടങ്ങൾക്കും വേണ്ടി മുന്നിട്ടിറങ്ങുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവരാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മനുഷ്യനെ പ്രത്യക്ഷത്തിൽ അവിടെ വിമർശിക്കുകയാണ് എഴുത്തച്ഛൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തവളയുടെ രൂപത്തിൽ, പാമ്പിന്റെ രൂപത്തിൽ ഒക്കെ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ച ഈ ദർശനം എന്ന് പറയുന്നത് ഈ ലോകം കാലമാകുന്ന പാമ്പിനാൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് നമ്മൾ ഏകാന്ത ചേതസാ ഭോഗങ്ങളിൽ തേടുന്നു, ഏക മനസ്സോടുകൂടി സുഖഭോഗങ്ങൾക്ക് പിന്നാലെ എന്ത് ചെയ്യുന്നു, തിരിയുന്നു എന്നുള്ളതാണ്. അവിടെ മൂന്നാമതായി നമുക്കൊരു ചോദ്യം എടുത്തു വരികയാണെങ്കിൽ, ആ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി നമുക്ക് മൂന്നാമതൊരു ചോദ്യം വരികയാണെങ്കിൽ അതിങ്ങനെയാണ്: പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരുപോലെ. ഇതൊക്കെ ഞാൻ പറയുന്നത് 10ാം ക്ലാസ്സിൽ മെയിൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ്. ഈ ഞാൻ ഈ പറയാൻ പോകുന്ന മൂന്നാമത്തെ ഭാഗം ഉൾപ്പെടെ, വരികൾ ഉൾപ്പെടെ പ്രധാനമായും ഈ 3 വരികളും കൃത്യമായും നേരത്തെ 10ാം ക്ലാസ്സിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ, നദ്യാമൊഴുകുന്ന കാഷ്ഠങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ഈ വരികളിലെ ആശയം എപ്രകാരമാണ് സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് വിശദീകരിക്കുക. 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക്. ഇത്തരത്തിലാണ് ഇതിന്റെ ഒരു ഘടന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ദർശനം എന്താണ്, ദാർശനികപരമായി ഇതെന്താണ്. ഇത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടാണ്. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ, പാന്തർ എന്ന് പറഞ്ഞാൽ വഴിയാത്രക്കാർ എപ്രകാരമാണോ വഴിയമ്പലത്തിൽ കയറി വിശ്രമിച്ച ശേഷം പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. പെരുവഴി അമ്പലത്തിൽ, ഇവിടെ പെരുവഴി അമ്പലം എന്ന് സൂചിപ്പിക്കുന്നത് സർവ്വസാധാരണ പണ്ട് കാലത്ത്, വളരെ പണ്ട് കാലത്ത് പെരുവഴികളായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരും സഹായിക്കാനില്ലാത്ത വഴിയാണ് പെരുവഴി എന്ന് പറയുന്നത്. മറ്റാരുടെയും സഹായമില്ലാത്ത വഴി, അതാണ് പെരുവഴി. ഈ ഇപ്പോ നമുക്ക് സഹായങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അടുത്തടുത്ത് വീടുകൾ ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ കെട്ടിടങ്ങൾ ഉണ്ടായിരിക്കാം, കടകൾ ഉണ്ടായിരിക്കാം, പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരിക്കാം, തപാൽ ഓഫീസ് ഉണ്ടായിരിക്കാം, ആശുപത്രികൾ ഉണ്ടായിരിക്കാം. പണ്ട് കാലത്ത് ഇതൊന്നും ഇല്ല. അങ്ങനെയുള്ള വഴിയാണ് പെരുവഴി. അപ്പൊ മറ്റാരും സഹായത്തിനില്ലാത്ത ഈ പെരുവഴിയിൽ പാന്തർ പെരുവഴി അമ്പലം തന്നിലെ, അങ്ങനെയുള്ള പെരുവഴിയിൽ ഒരു വിശ്രമ കേന്ദ്രം എന്ന് പറയുന്നത്, ആശ്രയ കേന്ദ്രം എന്ന് പറയുന്നത് അമ്പലം മാത്രമാണ്. എന്ത് അമ്പലം? പെരുവഴി അമ്പലം, വഴിയമ്പലം മാത്രമാണ്. സർവ്വസാധാരണ നിങ്ങൾ വഴിയമ്പലങ്ങൾ കണ്ടിട്ടുണ്ടാവും. വഴിയമ്പലങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോ കണ്ടുവരാൻ സാധ്യതയുള്ള ഒരു കാര്യമല്ല. അതിന്റെ മോഡേൺ ടെക്നോളജിയൊക്കെ അനുസരിച്ച് ഉണ്ടാക്കുന്ന കെട്ടിടങ്ങൾ മാത്രമേ ഇപ്പോൾ നമ്മൾ പെരുവഴി അമ്പലം എന്നൊക്കെ വിളിക്കാൻ വേണ്ടിയെങ്കിലും സാധിക്കും. പക്ഷെ അതിനെ കൂടി നമ്മൾ പെരുവഴി അമ്പലം ഒന്നും അല്ലെങ്കിൽ വഴിയമ്പലം ഒന്നും വിളിക്കാൻ സാധ്യതയുള്ള കാര്യമല്ല, സാധ്യമുള്ള കാര്യമല്ല. നമുക്ക് വേണമെങ്കിൽ ബസ് സ്റ്റോപ്പൊക്കെ നമുക്ക് പെരുവഴി അമ്പലം എന്നൊക്കെ, വഴിയമ്പലം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ വഴിയമ്പലങ്ങൾ എന്ന് പറയുന്ന സാധനം ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ കാണാൻ പറ്റുന്നത് നമ്മുടെ മിതിർമല എന്ന് പറയുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ മിതിർമല നെടുമങ്ങാട് താലൂക്കിലുള്ള മിതിർമല എന്ന് പറയുന്ന സ്ഥലത്ത്
എന്തുണ്ട്, ഒരു പെരുവഴി അമ്പലമുണ്ട് എന്നൊക്കെ പുരാവസ്തുപരമായ അല്ലെങ്കിൽ ചരിത്രപരമായ നമുക്ക് പറഞ്ഞു വയ്ക്കാം. അങ്ങനെയുള്ള പെരുവഴി അമ്പലത്തിൽ താന്തരായി കൂടി വിയോഗം വരും പോലെ, വിശ്രമിച്ച ശേഷം അവർ പിരിഞ്ഞു പോകും പോലെ, നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. നദിയിലൂടെ ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും, കാഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പൊങ്ങുതടികൾ എന്നാണ്. ഉപയോഗശൂന്യമായി ഒഴുകി വരുന്ന ഈ തടികളുണ്ടല്ലോ, വേസ്റ്റ് തടികളുണ്ടല്ലോ, അതിനാണ് പൊങ്ങുതടികൾ എന്ന് പറയുക. അതിനെയാണ് കാഷ്ടം എന്ന് പറയുക. പൊങ്ങുതടികൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം, എത്രത്തോളം ചഞ്ചലപ്പെട്ടതാണ്, ഇളകിയാടുന്നതാണ്, തെന്നിമാറുന്നതാണ്, വ്യതിയാനം വരുന്നതാണ്, വ്യതിചലിക്കപ്പെടുന്നതാണ് ഈ ആലയം. ആലയം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ കുറിച്ചാണ് ആലയം എന്ന് പറയുന്നത്. ആലയം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വീട്, സംഗമം, ആലയത്തിന് സംഗമം, സംഗമം എന്ന് പറഞ്ഞാൽ കൂടിച്ചേർ. അപ്പൊ ഇത്ര 3 വരികളാണ് അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറഞ്ഞു വെക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ വളരെ പ്രാധാന്യത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കുന്ന ഈ 10ാം ക്ലാസ്സിലെ ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത് വരികൾ എന്ന് പറയുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ചോദ്യങ്ങൾ പറയാം. ഓരോ വരികളും വിശകലനം ചെയ്ത് നമുക്ക് ഇത്ര ചോദ്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ ഈ 3 വരികൾ മാത്രമേ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കൂ, പറയാൻ സാധിക്കൂ എന്നൊന്നും ഒരിക്കലും പറയാൻ കഴിയുന്നതല്ല, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പോലും പറ്റില്ല. പല ചോദ്യങ്ങളായിട്ട് വരുന്നതാണ്. ഉപവിഭാഗങ്ങളിലെ ചോദ്യങ്ങൾ വരാം, പിന്നെ വരികളായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം, ചോദ്യങ്ങളൊക്കെ വരാം. അതുകൊണ്ട് ഈ 3 ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ ഈ 3 വരികളാണ് പ്രധാനമായി ആദ്യം മുതൽ അവസാനം വരെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഏകദേശമായി പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ഒരു 3 ചോദ്യമാണ് നമ്മൾ പരിചയപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, വരും ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പരിചയപ്പെടും. അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് AR രാജരാജവർമ്മ എഴുതിയിട്ടുള്ള ഹൃദയോഗം എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗമാണ്. സത്യത്തിൽ അതിന്റെ പേരെന്ന് പറയുന്നത് അഭിജ്ഞാന ശാകുന്തളമാണ്. നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ശാകുന്തളത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ ശകുന്തളയെ കുറിച്ചും അതുപോലെ തന്നെ ദുഷ്യന്ത മഹാരാജാവിനെ കുറിച്ചും സർവ്വതമനെ കുറിച്ചും ഒക്കെയുള്ള പ്രതിപാദ്യ വിഷയമാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗമെന്ന് നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അപ്പൊ അതിലൊരു ചെറിയ ഭാഗമാണ്, അതായത് കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തിന്റെ അതേപടിയുള്ള വിവർത്തനം, അതായത് AR രാജരാജവർമ്മയുടെ വിവർത്തനത്തിലെ ഒരു ചെറിയ ഭാഗമാണ് ഹൃദയോഗം എന്ന് പറയുന്ന ഭാഗത്തിലൂടെ, അല്ലെങ്കിൽ ഒരു പാഠഭാഗമായി നമുക്ക് പഠിക്കാൻ വേണ്ടി തന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് വിഷയങ്ങളും അനുബന്ധ വിഷയങ്ങളും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയാൻ പോകുന്നത്. നമുക്ക് ആ പേരിന്റെ കണ്ടന്റ് പറഞ്ഞു വരാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ആദ്യ പേരിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പരാമർശിക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ AR രാജരാജവർമ്മ എഴുതിയിട്ടുള്ള അഭിജ്ഞാന ശാകുന്തളം എന്ന്. നിങ്ങൾക്ക് അഭിജ്ഞാന ശാകുന്തളം മലയാളത്തിൽ ആദ്യത്തെ വിവർത്തനം അല്ല കേട്ടോ. മലയാളത്തിൽ ഇതിനു മുമ്പ് തന്നെ വിവർത്തനങ്ങൾ പല പേരുകളിൽ പല വിധത്തിൽ, അതായത് അഭിജ്ഞാന ശാകുന്തളം എന്ന് തന്നെ പേരിട്ടുകൊണ്ട് പലരായി എന്ത് ചെയ്തിട്ടുണ്ട്. തിരുനെല്ലൂർ കരുണാകരനെ പോലെയുള്ള, ആറ്റൂരിനെ പോലെയുള്ള പലരും ഇത്തരത്തിലുള്ള വിവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ ഈ ഡയലോഗുകൾക്കും അതുപോലെ തന്നെ വരികൾക്കും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ചൊല്ലിയിട്ടുള്ള ശ്ലോകങ്ങൾക്കും ഒക്കെ പ്രത്യേകതകളും മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകും. ചെറിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ ആശയങ്ങൾക്കെല്ലാം ഒരേ പ്രാധാന്യവും ഒരേ അർത്ഥങ്ങളുമാണ് ഉള്ളത്. അതിന്റെ പലരും പല രീതിയിലാണല്ലോ അത് എഴുതി വെക്കുന്നത്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് കേരള പാണിനി എന്നറിയപ്പെടുന്ന AR രാജരാജവർമ്മയാണ്. അപ്പൊ AR രാജരാജവർമ്മയുടെ കൃത്യമായ ഒരു പരിഭാഷയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതിലെ ഈ ഒരു കഥ തുടങ്ങുന്നത്, ആദ്യ സമയത്തുള്ള കഥയൊക്കെ തുടങ്ങുന്നത് തമ്മിലുള്ള പ്രണയബന്ധത്തെ കുറിച്ചും അതുപോലെ തന്നെ അവർ തമ്മിലുള്ള ദാമ്പത്യ ജീവിതം, അവരെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരാണ്, ശകുന്തളയും അതുപോലെ തന്നെ ദുഷ്യന്തനും കുറിച്ചുള്ള കണ്ടുമുട്ടലും അവരുടെ ജീവിതത്തിലേക്കുള്ള കടന്നുവരവും അവരുടെ ആദ്യകാല ജീവിതങ്ങളും ഒക്കെയാണ് ആദ്യം പരാമർശിക്കുന്നത്. പിന്നെ നമുക്ക് 7ാം അംഗത്തിലാണ് ഈ ഒരു ഭാഗമുള്ളത്. ഈ 7ാം അംഗം വരുമ്പോൾ കഥ അവസാനിക്കുന്നുണ്ട് കേട്ടോ. 7ാം അംഗമാണ് ഏറ്റവും അവസാനത്തെ അംഗം എന്ന് പറയുന്നത്. ഈ അവസാനത്തെ അംഗത്തിൽ തുടങ്ങുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പാഠഭാഗമായിട്ട് പഠിക്കുന്നത്. അതില് പാഠഭാഗം തുടങ്ങുന്നത് എങ്ങനെയാണ്, മുലപാതി കുടിച്ചു നിൽക്കവേ ഗളരോപങ്ങൾ പിടിച്ചുലച്ചിത ബലമോട് വലിച്ചിടുന്നതേ കളിയാടാൻ ഒരു സിംഹബാലനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ തുടങ്ങുന്നത്. ഒരു തമാശയൊക്കെ രൂപത്തിൽ നമ്മൾ ക്ലാസ്സിലും അതുപോലെ തന്നെ ചണ്ടിത്തരം കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞ ഒരു വളരെ തമാശ രൂപത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ആദ്യ ഭാഗത്തുള്ള കാര്യം വളരെ ശ്രദ്ധിച്ചു പഠിക്കണം. മുലപാതി കുടിച്ചു നിൽക്കവേ ഗളരോമങ്ങൾ പിടിച്ചുലച്ചിത ബലമോട് വലിച്ചിടുന്നതേ കളിയാടാൻ ഒരു സിംഹബാലനെ. ഇത്തരത്തിൽ സർവ്വധവനൻ എപ്രകാരമാണ്
പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന ഭാവത്തെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആ വരികൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ സിമ്പിളായി ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് സാധിക്കണം. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുകയാണ് ഇപ്പൊ സർവദമനൻ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഭരതൻ എന്ന് പറയുന്നത്. കാര്യം ഇപ്പോ എന്താണ്, ആശ്രമത്തിലെ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. കശ്യപാശ്രമത്തിലാണ് അവിടെ കുട്ടി താമസിക്കുന്നത്. അപ്പൊ കശ്യപാശ്രമവുമായി ബന്ധപ്പെട്ട ആ ഒരു തപോവനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് മാത്രമാണ് എന്താണ് സിംഹക്കുട്ടിയെ എന്ത് ചെയ്യുന്നത്, ബലത്തോടുകൂടി പിടിച്ചു വലിക്കുന്നത്, അതിന്റെ ഗളരോമങ്ങൾ പിടിച്ചു വലിക്കുകയും അതിന്റെ പല്ലെണ്ണി നോക്കട്ടെ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ഇതെല്ലാം സാധിക്കുകയുള്ളൂ. മാത്രവുമല്ല, അവന്റെ അമ്മ ഇപ്പോൾ താമസിക്കുന്നത്, അവന്റെ അമ്മയായിട്ടുള്ള ശകുന്തളാദേവിയുടെ അമ്മ മേനക എന്ന് പറയുന്ന അപ്സര സംബന്ധിയായ അപ്സര സ്ത്രീ എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാമിത്ര മഹർഷിയുടെ മകളാണ്. ആരെന്ന് പറയുന്നത് നമ്മുടെ ശകുന്തളാദേവി എന്ന് പറയുന്നത്. വിശ്വാമിത്രന് ആർക്കുണ്ടായ സന്താനം എന്ന് പറയുന്നത് മേനകയ്ക്കുണ്ടായ സന്താനമാണ്. നമുക്ക് അറിയാവുന്നതാണ്. അത് അതാണ് ശകുന്തങ്ങൾ എടുത്ത് വളർത്തുകയും അവൾക്ക് ശകുന്തള എന്ന് പേരിടുകയും പിന്നീട് തപോവനത്തിൽ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ അതാണ് ദുഷ്യന്ത മഹാരാജാവ് കാനനത്തിലൂടെ മൃഗയാ വിനോദത്തിന് വേണ്ടി സഞ്ചരിക്കുന്ന സമയത്ത് അവളെ കണ്ടുമുട്ടുകയും ആ ഒരു സന്ദർഭത്തിൽ ഗാന്ധർവ വിധി പ്രകാരം വിവാഹം ചെയ്യുകയും അതിൽ അവളെ പരിണയം പെടുത്തുകയും അതുപോലെ തന്നെ അവൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു കുട്ടി ജനിക്കുകയൊക്കെ ചെയ്ത കഥ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്, പുരാണങ്ങൾ പരമായി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിനെക്കുറിച്ചൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കടക്കുന്നില്ല. ആ ഒരു സന്ദർഭം കഴിഞ്ഞതിന് ശേഷം ആ മോതിരം വരുത്തി വെക്കുന്ന വിനയും ഒക്കെ നിങ്ങൾക്ക് കഥയിലൂടെ അറിയാവുന്നതാണ്. അങ്ങനെയാണ് ഇവർക്ക് ഒരു മറവി സംഭവിക്കുന്നത്. അതായത് ദുഷ്യന്ത മഹാരാജാവിന് മറവി സംഭവിക്കുകയും എത്രയും നാളൊരു ഗ്യാപ്പ് വരികയൊക്കെ ചെയ്യുന്നത്. അപ്പൊ കുട്ടി വളർന്നു വരികയും ആ കുട്ടിയുമായി ബന്ധപ്പെട്ട വിവരണങ്ങളൊക്കെ നമ്മളെ ഈ 7-ാം അംഗത്തിന് മുമ്പിലാണ് പറയുന്നത്. 7-ാം അംഗം അവസാന ഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ 7-ാം അംഗത്തിലെ അവസാന ഭാഗത്ത് ഈ കുട്ടി ഇങ്ങനെ തപോവനത്തിൽ ഇങ്ങനെ മൃഗങ്ങളോടൊത്തുകൂടി എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കളിതമാശകൾ ഉതിർത്ത് നിൽക്കുന്ന സന്ദർഭത്തിലാണ് ദേവാസുര യുദ്ധം കഴിഞ്ഞ് മാതലിയോടൊപ്പം ആര് വരുന്നത്, നമ്മുടെ പ്രധാന കഥാപാത്രമായ ദുഷ്യന്തൻ കടന്നു വരുന്നത്. ദുഷ്യന്തൻ അപ്പോൾ ഈ കാഴ്ച കാണുന്നതാണ് ആദ്യ ഭാഗം എന്ന് പറയുന്നത്. ആ ആദ്യ ഭാഗമാണ് നമുക്ക് അവിടെ ഒരു ചെറിയ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിന്റെ സിമ്പിൾ കാര്യം ഇതാണ്, ഇത്രയും. അപ്പോ ഈ തപോവനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ കുട്ടി എപ്രകാരമാണ് മൃഗങ്ങളോട് ഒത്തുചേർന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ മൃഗങ്ങളോടൊത്ത് കളിയാടുന്നത് എന്നൊക്കെയുള്ള വിവരണം നമുക്ക് ഈ ഒരു വരിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്, കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ രണ്ടാമത്തെ വരികളൊക്കെ കടന്നു വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ നമ്മൾ വിവരിക്കുന്നില്ല. പിന്നെ നമുക്ക് അതിലെ കൂടുതൽ ശ്ലോകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന്റെ സവിശേഷതകളും അതുപോലെ തന്നെ അവരുടെ സംഭാഷണങ്ങളെ കുറിച്ചൊക്കെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ പറയുന്നുള്ളൂ. ഇപ്പോ ഈ കഥാപാത്രങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നല്ലോ. അപ്പൊ ആദ്യ ഭാഗത്തുണ്ടായിരുന്ന കഥാപാത്രമാണ് ആ പറഞ്ഞു വരുന്ന സന്ദർഭത്തിലുള്ള ഒരു ചെറിയ ഭാഗം നിങ്ങൾക്ക് പാഠഭാഗത്തിന് തൊട്ട് ഇടതു ഭാഗത്ത് നൽകിയിട്ടില്ലേ. ആദ്യ ഹൃദയോഗം എന്നൊക്കെ വലിയ ഹെഡിങ്ങോടെ എഴുതിയിട്ട് അതിന്റെ ഇടതു ഭാഗത്ത് കൃത്യമായ കുറച്ച് വിവരണങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് മാതലി എന്ന് പറയുന്നത്. അപ്പൊ മാതലി എന്ന് പറയുന്നത് ഇന്ദ്രന്റെ തേരാളിയാണ് മാതലി എന്ന് പറയുന്നത്. അപ്പൊ ഇന്ദ്രന്റെ തേരാളിയായിട്ടുള്ള മാതലി ദേവാസുര യുദ്ധം കഴിഞ്ഞ് ആരെ കൊണ്ട് തിരിച്ചു വരുന്നു, നമ്മുടെ ദുഷ്യന്ത മഹാരാജാവിനെ കൊണ്ട് മടങ്ങി വരുന്നു. ആ സന്ദർഭത്തിൽ കശ്യപാശ്രമത്തിൽ ഇറങ്ങുന്നു, കശ്യപനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നു. കശ്യപാശ്രമത്തിൽ എത്തുന്ന സന്ദർഭത്തിലാണ് ആരെ കാണുന്നത്, നമ്മുടെ സർവദമനനെ. പ്രത്യേകം മനസ്സിലാക്കി വെച്ചേക്കുക, ഭരതൻ എന്നാണ് സർവദമന്റെ യഥാർത്ഥ പേര്. അവിടെ ആശ്രമത്തിൽ ഉണ്ടായിരുന്ന സന്യാസിമാരിട്ട അല്ലെങ്കിൽ മഹർഷിമാരിട്ട സന്യാസിമാരിട്ട പേരാണ് എന്തെന്ന് പറയുന്നത്, സർവദമനൻ. സർവദമനൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും സർവ്വതിനെയും എന്ത് ചെയ്യുന്നവൻ, അടക്കുന്നവൻ, ശമിപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് സർവദമനൻ എന്നതിന്റെ അർത്ഥം. ഇനി ഈ സർവദമനൻ എന്നതിന്റെ പേര്, യഥാർത്ഥ പേര്, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്താണെന്ന് ചോദിച്ചാൽ ഭരതനാണെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഭരതനാണെന്നാണ് പേര്. ആ ഭരതൻ നാടുവാണ ഇടമാണ് ഭാരതം. അത് കൃത്യമായി മനസ്സിലാക്കുക. ആ ഭാരതമാണ്, അഖണ്ഡ ഭാരതം എന്നൊക്കെ പറയാറുണ്ട്. ഈ പാകിസ്ഥാൻ ഉൾപ്പെടുന്ന ആ ഭാഗമാണ് അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത്. അപ്പോ ഭരതൻ നാടുവാണിരുന്ന ഇടമാണ് ഭാരതം. അപ്പൊ അതിനെക്കുറിച്ച് കൃത്യമായി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അത് നമ്മൾ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ആ കഥാപാത്രത്തെ കുറിച്ചാണ്. മാതലിയുണ്ട്, മാതലിയും അതുപോലെ തന്നെ ദുഷ്യന്തനുണ്ട്. പിന്നെ കടന്നു വരുന്ന പ്രധാനപ്പെട്ട 2 തോഴിമാരുണ്ട്. ആ തോഴിമാരുടെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് പാഠഭാഗം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അവരാണ് സത്യം പറഞ്ഞാൽ ഈ 7-ാം അംഗത്തിലെ കഥ എന്ത് ചെയ്യുന്നത്, നയിക്കുന്നത്. ആ നയിച്ചു കൊണ്ടുപോകുന്നതും സത്യത്തിൽ ദുഷ്യന്തന്
വിവരണങ്ങൾ നൽകുന്നത്, സൂചനകൾ നൽകുന്നത് പോലും ഈ സ്ത്രീകളാണ്. സത്യത്തിൽ ഈ അവസാനം ഉണ്ടാകുന്നത്, ഈ പാഠഭാഗത്തിന്റെ അവസാനം, അതുപോലെ അല്ലെങ്കിൽ ആ നാടകത്തിന്റെ അവസാനം ഉണ്ടാകാൻ കാരണം തന്നെ ഈ രണ്ട് തോഴിമാരാണ്. പിന്നെ ഉള്ളത് ശകുന്തളാദേവിയാണ്. ശകുന്തളാദേവിയുമായിട്ടുള്ള പുനഃസമാഗമവും അതുമായി ബന്ധപ്പെട്ട അവരുടെ ദാമ്പത്യ ജീവിതം പിന്നീട് വളരെ മനോഹരമായി നടന്നു പോകുന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഈ പാഠഭാഗത്തിലുള്ളത്. അപ്പോ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. തീർച്ചയായും നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ അതിനെ കുറിച്ചുള്ള വിവരണങ്ങൾ പറയും. ഇപ്പൊ ഒരു ചെറിയ വിവരണം എന്നുള്ള തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഭാഗം വരുന്നത്. ഇനി മൂന്നാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് നാലപ്പാട്ട് നാരായണ മേനോന്റെ വിവർത്തനമാണ് പാവങ്ങൾ. നമുക്കറിയാം, പാവങ്ങൾ എന്ന് പറയുന്നത് വിക്ടർ ഹ്യൂഗോ എഴുതിയിട്ടുള്ള പാഠമാണ്. പ്രധാന കഥാപാത്രം എന്ന് പറയുന്ന ഇഴാങ് വാങ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. പിന്നെ മോൺസിനിയർ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ഇവരൊക്കെ ചേർന്നിട്ടുള്ള ഒരു വലിയ ജീവിത ആശയങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഇന്നേ വരെ കണ്ടുമുട്ടാത്തവർ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുകയും അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒരു മനുഷ്യന് വേണ്ടി ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു ആശയമാണ് ഈ പാഠഭാഗത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്, വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായും അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറയാം. നമ്മളൊരു തുടക്കം എന്നേ പറഞ്ഞുള്ളൂ. ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞ ലക്ഷ്മണ സാന്ത്വനമാണെന്ന് തോന്നുന്നു. അതിലെ കുറച്ച് വരികളൊക്കെ നമ്മൾ പറഞ്ഞു. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ക്ലാസ്സുകളൊക്കെ വരുമ്പോൾ കൂടുതൽ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ വിശകലനം ചെയ്തു പോകും. എന്തായാലും ശരി തന്നെ, ഈ ഒരു കൊറോണ കാലത്ത് ഇങ്ങനൊരു സാങ്കേതിക വിദ്യയെങ്കിലും നമുക്ക് മുമ്പിലുള്ളത് വളരെ സഹായകരമായ ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ഒന്നും വളർന്ന് വികസിക്കാത്തൊരു കാലഘട്ടത്തിലായിരുന്നു നമ്മളെങ്കിൽ ഇതിലും വലിയ പ്രശ്നമായേനെ. എന്തായാലും ശരി തന്നെ, ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയും സംസ്കൃതിക്ക് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾ തീർച്ചയായും അതിൽ സംതൃപ്തി ഉള്ളവരാണ്. തീർച്ചയായും നിങ്ങൾക്കും അത്തരത്തിലൊരു സന്തോഷം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും ഈ വീഡിയോകളെല്ലാം നിങ്ങൾ കാണണം. അതുപോലെ തന്നെ അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുകയും ചെയ്യണം. തീർച്ചയായും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി 10ാം ക്ലാസ്സിൽ ഫുൾ A+ എന്നൊരു നിലവാരത്തിലേക്ക് തീർച്ചയായും നിങ്ങൾ എത്തിച്ചേരണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹവും ഈ വീഡിയോയുടെ ഉദ്ദേശവും എന്ന് പറയുന്നത്. തീർച്ചയായും അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.